ഏറെ കോളിളക്കം സൃഷ്ടിച്ച സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിനെ ഒടുവിൽ പോലീസ് പിടികൂടി എന്നുള്ള വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ നഗരത്തിലെ തളാപ്പിലെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ചാർലി തോമസിനെ പോലീസ് പിടികൂടുന്നത്. ജയിലിന് 4 കിലോമീറ്റർ അകലെ ചാർലി തോമസിനെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞിരുന്നു. നാട്ടുകാരിൽ നിന്ന് ലഭിച്ച ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ആ വഴിക്ക് അന്വേഷണം നടത്തിയതും ഒടുവിൽ ഈ കുറ്റവാളിയെ കണ്ടെത്തുന്നതും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ചാർലി തോമസ് ഇന്നലെ പുലർച്ചെയോടുകൂടി ജയിൽ ചാടിയത്. ജയിൽ അധികൃതർ ഇന്ന് രാവിലെ സെല്ല് തുറന്ന് പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്ന വിവരം തിരിച്ചറിയുന്നതും. അതീവ സുരക്ഷയുള്ള 10ാം ബ്ലോക്കിലാണ് ഈ ചാർലി തോമസിനെ പാർപ്പിച്ചിരുന്നത്. അവിടെ നിന്നാണ് 20 ദിവസം നീണ്ട പ്ലാനൊക്കെ തയ്യാറാക്കി അവിടെ നിന്ന് ഇയാൾ കടന്നു കളഞ്ഞത്. എന്തായാലും നമ്മുടെ പോലീസ് സംവിധാനത്തിന് ഇതൊന്നും തിരിച്ചറിയാൻ സാധിച്ചില്ല. ഇന്ന് സെല്ല് തുറന്ന് പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇയാൾ അവിടെ ഇല്ല എന്ന കാര്യം തിരിച്ചറിയുന്നത്. എന്തായാലും ഇന്ന് അയാളെ അല്പസമയം മുൻപ് പിടികൂടി എന്നുള്ളത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന വാർത്ത. മിഥുൻ പിള്ള ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. മിഥുൻ, ഒടുവിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ എന്ന ഒരു അനൌദ്യോഗിക വിവരം ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും പോലീസുകാർക്ക് സംഭവിച്ച വീഴ്ചയിൽ ഒരു ന്യായീകരണത്തിന് പ്രസക്തി ഇല്ല എന്നുള്ളതാണ്. CCTV സംവിധാനങ്ങൾ, ഒപ്പം ഇലക്ട്രിക് ഫെൻസിംഗ്, ഇതൊന്നും പ്രവർത്തിച്ചില്ല, അല്ലെങ്കിൽ ഇതൊന്നും ഉപയോഗപ്രദമായില്ല എന്നുള്ളതാണ്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും പലതരത്തിലുള്ള വീഴ്ചകൾ ജയിലധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇലക്ട്രിക് ഫെൻസിങ് വർക്ക് ചെയ്തില്ല, അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതീവ സുരക്ഷാ മേഖലയിലുള്ള സുരക്ഷാ ബ്ലോക്കിലുള്ള ഒരു ഇലക്ട്രിക് ഫെൻസിങ് വർക്ക് ചെയ്തില്ല. അതായത് ഗോവിന്ദച്ചാമിക്ക് ജയിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നതും. മാത്രമല്ല, ജയിലിൽ പാലിക്കേണ്ട ചില ചട്ടങ്ങളുണ്ട്. ആ ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് ഗോവിന്ദച്ചാമി ജയിലിൽ കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ താടി വടിച്ചിരുന്നില്ല, മറ്റ് കൃത്യമായി ഡ്രസ് കോഡ് ഉണ്ടായിരുന്നില്ല, ഇതൊക്കെയാണ് അവർ പറയുന്നത്. മാത്രമല്ല, എവിടെ നിന്നാണ് ഈ ഒരു ബെഡ്ഷീറ്റ് പോലത്തെ ഒരു ബെഡ്ഷീറ്റ് ഈ ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ കിട്ടിയതെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത്. ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ അടക്കം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ജയിലിലെ സുരക്ഷയടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെയാണ് ഈ ജയിലിലെ സുരക്ഷ ഇത്തരത്തിൽ ലാഘവത്തോടു കൂടി കാണുന്നത്? CCTV അടക്കം കൈകാര്യം ചെയ്യുന്നതിൽ എവിടെയാണ് വീഴ്ച പറ്റിയത്, അതടക്കം പരിശോധിച്ചുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് 4 ജീവനക്കാർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. അത് തിരുവനന്തപുരത്ത് നിന്നാണോ ആ വാർത്ത എന്ന വിവരം പുറത്തു വന്ന സംശയമുണ്ട്. ഏതായാലും 4 ജീവനക്കാർക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. CCTV അടക്കം കൈകാര്യം ചെയ്യുന്നതിൽ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ ഏറ്റവും സുപ്രധാനമായതും ഏറ്റവും ഒടുവിലായി പുറത്ത് വരുന്നതും. ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ട 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത്. ഹെഡ് വാർഡന് എതിരെ അടക്കം നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. 3 വാർഡന്മാർക്കും സസ്പെൻഷൻ ലഭിച്ചിട്ടുണ്ടോ എന്ന വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ പുറത്ത് വരുന്നത്. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ തന്നെയാണ് ഈ കുറ്റവാളിയെ പിടികൂടാൻ പോലീസിന് സഹായകരം ആയത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. മിഥുൻ, ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്. 3.5 മണിക്കൂർ മുൻപാണ് ഈ ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസിനെ ഇയാൾ രക്ഷപ്പെട്ടു എന്ന വിവരം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. 3.5 മണിക്കൂറിനുള്ളിൽ ഈ കുറ്റവാളിയെ ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ഓർക്കണം, ഇന്നലെ പുലർച്ചെ 1 മണിയോടുകൂടി 1:15 കൂടി കടന്നു കളഞ്ഞ പ്രതിയെ അയാൾ രക്ഷപ്പെട്ടു എന്ന് നമ്മുടെ പോലീസ് സംവിധാനം തിരിച്ചറിയുന്നത് ഇന്ന് രാവിലെ മാത്രമാണ്. എന്നിട്ടാണ് നമ്മുടെ പോലീസ് സംവിധാനം പറയുന്നത് 3.5 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾക്ക് ഈ കൊടും കുറ്റവാളിയെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത്. എത്ര സങ്കടകരമാണ് ഈ പ്രതികരണങ്ങൾ. ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ജയിലിൻ്റെ ഭാഗത്തു നിന്നൊരു വീഴ്ച എന്ന് പറയുന്നത് കൃത്യമായും ഈ ജയിൽ പുള്ളികളെ നിരീക്ഷിക്കുന്നതിൽ വലിയൊരു വീഴ്ച ഈ ജയിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഇത്രയും കുറ്റവാളികൾ താമസിക്കുന്ന സെല്ലിൽ നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം സ്വന്തം തീരുമാനപ്രകാരമോ അല്ലെങ്കിൽ സ്വയം പ്രേരണയാൽ മാത്രമാണ് ജയിൽ ചാടിയെന്ന് വിശ്വസിക്കാൻ സാഹചര്യ തെളിവുകളൊന്നും നമ്മളെ അനുവദിക്കുന്നില്ല. ഒന്ന്, അയാളൊരു
ഒരു കൈ ഇല്ലാത്ത വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്ന് പുറത്തു ചാടി രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറയുന്നത് സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്ന ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് അതിൻ്റെ പുറകിൽ ഗൂഢാലോചനയുണ്ട്. ജയിലിനകത്തും ജയിലിന് വെളിയിലും ആ കുറ്റവാളിയെ സഹായിക്കാൻ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങളതിന് പുറത്തു വരേണ്ടത്. മാത്രമല്ല, ഇപ്പോൾ ജയിൽ അധികൃതർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒന്നാം സമയത്ത് അവിടുത്തെ ഇലക്ട്രിക് ലൈനെല്ലാം ഓഫായിരുന്നു. ഇത്രയും ഉയരത്തിലുള്ള മതിൽ അയാൾ ഒറ്റക്ക് ചാടിക്കടന്നു. എന്നിട്ട് ആരുടെയും ശ്രദ്ധയിൽ പോകാതെ നടന്നുപോയി. ഏതാണ്ട് വെളുപ്പ് മുതൽ പോലീസ് അരിച്ചു പെറുക്കി പരിശോധിച്ചിട്ടും അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതിപ്പോൾ ഏതാനും സമയങ്ങൾക്ക് മുമ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഒരു ഒറ്റയടിക്ക് വിഴുങ്ങാൻ പ്രായോഗികമായി നമുക്കാർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതിന് പുറകിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കേണ്ടി വരുന്നത്. ആ ഗൂഢാലോചന പുറത്തു വരണം. ആരാണ് ജയിലിനകത്തും പുറത്തും ഈ കുറ്റവാളിയെ സഹായിച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാക്കപ്പെടേണ്ടതാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ജയിലുകൾ നിയന്ത്രിക്കുന്നത് ജയിൽ വകുപ്പല്ല, ഓരോ ജയിലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ മാഫിയ സംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണമാണ്. ജയിലിനകത്ത് നിർബാധമായി ലഹരി വസ്തുക്കൾ കടത്തുന്നു. അതുപോലെ തന്നെ ജയിലിനകത്തുള്ള കുറ്റവാളികൾക്ക് മൊബൈൽ ഫോണിൻ്റെ സൗകര്യം ലഭിക്കുന്നു. സ്ഥിരം കുറ്റവാളികളായിട്ടുള്ള ആളുകളുടെ നിയന്ത്രണത്തിൽ എല്ലാവിധ അനാശാസ്യ പ്രവർത്തനങ്ങളും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും ജയിലിനകത്ത് നടക്കുന്നു. അത്തരം കുറ്റവാളികളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നു. ഇതൊക്കെ പല സന്ദർഭങ്ങളിലായി പുറത്തു വന്നിട്ടുള്ള വാർത്തകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അന്നു മുതലേ സൂചിപ്പിച്ചത്, കേരളത്തിലെ ജയിൽ, പ്രത്യേകിച്ചും കണ്ണൂർ സെൻട്രൽ ജയിൽ നിയന്ത്രിക്കുന്നത് ജയിൽ വകുപ്പല്ല, CPM സ്പോൺസർ ചെയ്യുന്ന ഒരുപറ്റം മാഫിയ സംഘമാണ് കണ്ണൂർ സെൻട്രൽ ജയിലിനെ നിയന്ത്രിക്കുന്നത്. ജയിൽ ഉപദേശക സമിതിയിലെല്ലാം CPMന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ്. അവരുടെ സഹായത്തോടു കൂടിയാണ് ആ ജയിൽ ഒരു നിഗൂഢ കേന്ദ്രം പോലെ പ്രവർത്തിക്കുന്നത്. ജയിൽ അധികൃതർക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ആ കുറ്റവാളികളുടെ മേൽ ഒരു നിയന്ത്രണവുമില്ല. ജയിൽ അധികൃതരെല്ലാവരും CPM പറയുന്ന പോലെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കപ്പെടുന്നവരാണ്. CPM ആകട്ടെ ഈ മാഫിയ സംഘത്തിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. സ്ഥിരമായി ജയിലിലേക്ക് മയക്കുമരുന്ന് കടത്തപ്പെടുന്നു എന്ന വാർത്ത വന്നിട്ട് അതിനോട് പ്രതികരിക്കാൻ പോലും ഈ ജയിൽ ഉപദേശക സമിതി ഒന്നും തയ്യാറായിട്ടില്ലല്ലോ. CPMന്റെ കേസുകൾപ്പെട്ട് ജയിലിൽ കഴിയുന്ന ക്രിമിനലുകളായിട്ടുള്ള ആളുകൾ, നേരത്തെ TP ചന്ദ്രശേഖരന്റെ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് ജയിലിനകത്ത് എങ്ങനെയാണ് എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ലഭ്യമായിട്ടുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. അവർക്ക് നിർബാധമായി മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇടക്കിടക്ക് അവർക്ക് പരോൾ കിട്ടുന്നു. ജയിലിനകത്തേക്ക് അവരെ കാണാൻ വേണ്ടി വരുന്ന ആളുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ സാധനങ്ങൾ കൈമാറുന്നു, ലഹരി വസ്തുക്കൾ കൈമാറുന്നു. ജയിലിനകത്ത് ലഹരി ഉപയോഗപ്പെടുത്തിയതിൻ്റെ വാർത്തകൾ പുറത്തു വന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഇതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇത് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ കുറ്റകരമായിട്ടുള്ള വീഴ്ചയാണ്. ജയിൽ വകുപ്പ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന വകുപ്പാണ്. ഈ വീഴ്ചക്ക് മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞേ മതിയാകൂ. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. കേരളത്തിലെ ജയിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ഉയർന്നു വരികയാണ്, പരാതികൾ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് ഇതിന് 100% ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും ജയിൽ അധികൃതർക്കുമാണ്. അവരാ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഈ വീഴ്ചയെ സംബന്ധിച്ച് ഉന്നതതലത്തിലുള്ള അന്വേഷണം ഉണ്ടാവണം. കേരളത്തിലെ ജയിലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന ഈ മാഫിയ പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം ഉണ്ടാകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. ജയിലിനകത്ത് കുറ്റവാളികളുടെ മാഫിയ സംഘങ്ങളുടെയും വിഹാര കേന്ദ്രമായി ജയിൽ വളപ്പ് മാറാൻ വേണ്ടി പാടില്ല. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന സാഹചര്യം ജയിലിനകത്ത് ഒരുക്കപ്പെടാൻ വേണ്ടി പാടില്ല. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെയും കേന്ദ്രമായിട്ട് ജയിൽ മാറാൻ വേണ്ടി പാടില്ല.
ഇത് അവസാനിപ്പിക്കാൻ ഈ നെക്സസിന് വെളിയിൽ വരണം, അത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആണ് ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ വിദ്യാലയങ്ങളിലെ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരം, അതിനെതിരായിട്ട് കേരളത്തിലെ ചില മുസ്ലിം മതമൗലികവാദ സംഘടനകൾ രംഗത്തു വന്നത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ സമസ്തയുമായി സംസ്ഥാന സർക്കാർ ചർച്ച നടത്തുകയാണ്. കേരളത്തിലതൊരു മതേതരത്വ ഗവൺമെന്റ് ആണ് എന്നാണല്ലോ പറയുന്നത്. ആ മതേതരത്വ ഗവൺമെന്റ് സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ച് എന്തിനാണ് ഒരു മതസംഘടനയുമായി ചർച്ച ചെയ്യുന്നത്? വിദ്യാലയങ്ങളിലെ സമയമാറ്റമായാലും പാഠ്യപദ്ധതിയായാലും കരിക്കുലമായാലും മറ്റെന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ട് ചർച്ച നടത്തിയാൽ മനസ്സിലാക്കാം. ഇതൊരു മതസംഘടന, 100% മതപരമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ എന്തിനാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചത്? ഇനി എല്ലാ കാര്യവും തീരുമാനിക്കുന്ന സമസ്തയോട് ചോദിച്ചിട്ടാണോ? മതസംഘടനകൾ അഭിപ്രായം ഉണ്ടാകാം. ആ അഭിപ്രായം അനുസരിച്ചാണ് ഒരു മതേതര ഗവൺമെന്റ് പ്രവർത്തിക്കേണ്ടത്. സമയമാറ്റത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ മേഖല പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ ആ പരാതികൾ അവരുമായി ചർച്ച ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഗവൺമെന്റ് എടുത്തൊരു തീരുമാനത്തെ ഒരു മതസംഘടന പരസ്യമായി വെല്ലുവിളിക്കുകയും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും അങ്ങനെ വാദമുന്നയിക്കുന്ന ആളുകളെ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്യുമ്പോൾ അത് നൽകുന്ന മെസ്സേജ് എന്താണ്? നാളെ മറ്റു ചില മതസംഘടനകൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉയർത്തിയാൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമോ? ഇപ്പോൾ സമസ്തയുടെ ആവശ്യത്തോട് സർക്കാർ അനുഭാവപൂർണമായി പെരുമാറിയാൽ മറ്റു ചില സംഘടനകൾ മറ്റു ചില ആവശ്യങ്ങൾ ഉന്നയിക്കില്ലേ? ഈ രാജ്യത്ത് എവിടെയെങ്കിലും അങ്ങനെ ഒരു സമ്പ്രദായമുണ്ടോ? വലിയ മതേതരത്വത്തെ കുറിച്ച് ഗീർവാണം പറയുന്ന ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഗവൺമെന്റ്, പിണറായി വിജയന്റെ സർക്കാർ എന്തിനാണ് ഈ മതസംഘടനയുടെ താല്പര്യത്തിന് വഴങ്ങിക്കൊണ്ട് അവരുമായി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്? അത് അങ്ങേയറ്റത്തെ പ്രീണനത്തിന്റെ ഭാഗമാണ്. ഈ ചർച്ച നടത്തിയ സർക്കാർ എന്താണ് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്? ഗോവിന്ദചാമി എന്ന ചാർലി തോമസ് ജയിൽ ചാടിയ സംഭവത്തിൽ ഗുരുതരമായ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്, ജയിൽ അധികൃതർക്ക് കൃത്യമായ പങ്കുണ്ട് എന്ന കാര്യം തന്നെയാണ് MT രമേശ് ചൂണ്ടിക്കാട്ടുന്നത്.